ഇന്നലെ KCBയുടെ ഒരു സബ് വർക്ക് ഇവിടെ ഉണ്ടായി ചുണ്ടയിൽ, ഒലുമല റൂട്ടിൽ. ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുള്ള ഒരു ഫ്യൂസ് ഊരി വെച്ചിട്ട് ഇന്നലെ 3:30 മണിയാകുമ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അതിന് ശേഷം ആ ഫ്യൂസ് വന്നിട്ട് ഇടുന്നത് വൈകുന്നേരം രാത്രി 7:10 KCB വന്നിട്ട് നിരന്തരമായി ഫോൺ ചെയ്ത് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് വർക്ക് പിന്നീട് വിളിക്കുമ്പോഴാണ് അറിയുന്നത് 3:30 മണിക്ക് വർക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന്. ബന്ധപ്പെട്ട അധികാരികളെ അവിടെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ 6 മണി വരെ ഞങ്ങളൊരു മെസ്സേജ് തന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഷെഡ്യൂൾ എന്നാണ്. പക്ഷേ 3:30 മണിക്ക് ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ, ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിൽ ഐസ്ക്രീമും പാല് മുതലായ ഒരുപാട് സാധനങ്ങൾ, ആയിരക്കണക്കിന് രൂപൻ്റെ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് അതിൻ്റെ നഷ്ടപരിഹാരം തിങ്കളാഴ്ച അതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ച് ചെയ്യുക എന്നുള്ള ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞങ്ങൾ തടഞ്ഞു വെച്ച വണ്ടി വിട്ടിട്ടുള്ളത്. നാളെ ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മെമ്പർമാരും വാർഡ് മെമ്പർമാരെയും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കൂട്ടി വ്യാപാരി വ്യവസായി അടക്കം ഉള്ള ആളുകൾ KCB പോയി അവരോട് ഈ വിഷയങ്ങൾ ഒന്നും കൂടി അവതരിപ്പിച്ച്, നാളെ ഇപ്പോൾ വീണ്ടും 6:30 മണിക്കാണ് കറണ്ട് കട്ട്. രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ കറണ്ട് കട്ടാണ്. ഒരു സ്ഥലത്തും ഇങ്ങനൊരു വർക്ക് നടക്കുന്നില്ല. KCBൻ്റെ വർക്ക് സാധാരണ ഒരു 3 മണി 2:30-3 മണിയാകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് തരണം എന്നാണ് അതിന് യഥാർത്ഥത്തിലുള്ള നിയമം. അത് ശരിക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് കോൺട്രാക്ടർമാർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത കോൺട്രാക്ടർമാർക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെ, അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ എല്ലാ സമസ്ത മേഖലയിലും സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ശക്തമായ പ്രതിഷേധം നാളെ ഉണ്ടാവും. ഇതാണ് സംഘടനാപരമായിട്ട് വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിലൊക്കെ പറയാനുള്ളത്. ഇന്നലെ രാവിലെ മുതൽ കറണ്ട് ഓഫാണ്. ഇന്നലെ രാവിലെ ഞാൻ ഷോപ്പിലേക്ക് വന്ന സമയത്ത് നോക്കുമ്പോൾ കറണ്ടില്ല. ഓൾറെഡി തലേന്ന് രാത്രി മെസ്സേജ് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ മൊത്തം ഓഫിലാണ്. വന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഐസ്ക്രീമിൻ്റെ 3 ബോക്സും ഞാൻ പേപ്പർ വെച്ച് ബന്ധസ്ഥായിട്ട് അടച്ചു വെച്ചു. കാരണം എനിക്കറിയാം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതൊക്കെ കംപ്ലീറ്റ് വെള്ളമാകും. കാരണം ഇതിന് മുമ്പ് 2 അനുഭവം എനിക്കുണ്ട്. അന്ന് 12,500 രൂപയുടെ സാധനം നഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വന്ന് കംപ്ലീറ്റ് ബോക്സ് അടച്ചു വെച്ചു. പക്ഷേ സാധാരണ വരുന്ന സമയം 6 മണിക്കെങ്കിലും വരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ 6 മണിക്കും വന്നില്ല, 7 മണിക്കും വന്നില്ല. 7:15 സമയത്ത് ഞാൻ KCBയിലേക്ക് വിളിച്ചു. അവിടുന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 3:30 മണിക്കാണ് അവിടുന്ന് പണി കഴിഞ്ഞിട്ട് ആളുകൾ പോന്നിട്ടുണ്ടല്ലോ, അവിടെ കറണ്ട് ഉണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞ ഇവിടെ ചുണ്ടയിൽ കറണ്ട് ഇല്ല, ഞങ്ങളുടെ ലൈൻ മൊത്തം ഓഫായി കിടക്കുകയാണെന്ന്. പക്ഷേ അവർ നിരന്തരം വിളിക്കുമ്പോൾ ഇതന്നെ പറയുന്നത് ഇവിടെ ലൈൻ ഉണ്ട്, ഇവിടെ കറണ്ട് ഉണ്ട് എന്ന് മാത്രം പറയും. ഞങ്ങൾ ചുണ്ടയിലല്ല, ഞങ്ങൾ ഷോപ്പിൽ കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങൾ വിളിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ എവിടെയോ ജമ്പർ കട്ടായതായിരിക്കും, അതുകൊണ്ട് ആളെ വിടാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആളെ കാണില്ല. വീണ്ടും വിളിച്ചപ്പോൾ അവർ പറയുന്നത് പിന്നെ വഴിയിലെന്തോ ബ്ലോക്ക് ഉണ്ട്, വണ്ടിക്കാരവിടെ നിന്ന് പോകുന്നുണ്ടെന്നൊക്കെയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ 7:45-8 മണിയായ സമയത്താണ് ആളുകൾ വന്ന് അവിടെ പോയി നോക്കുന്ന സമയത്ത് ഫ്യൂസ് അവിടെ അടിയിൽ ഊരി വെച്ചിരിക്കുക. അത് ഊരി ഇട്ട സമയത്താണ് നമുക്ക് കറണ്ട് കിട്ടിയത്. അതുവരെ കറണ്ട് ഇല്ലാതെ മൊത്തം സാധനങ്ങൾ നാശമായിപ്പോയി. എൻ്റെ ഫ്രിഡ്ജിലുള്ള മൊത്തം സാധനങ്ങൾ ഏകദേശം 25,000 സാധനം അന്ന് രാവിലെ തന്നെ ഇറക്കിയിട്ടുണ്ട്. തലേന്തെങ്കിലും നമുക്ക് അതിനെ പറ്റി ഒരു വിവരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ സാധനം ഇറക്കി വെക്കൂല. അത്രയും വിലപിടിപ്പുള്ള ഈ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടലിന് തന്നെ 300-400 രൂപ വിലയുള്ള ബോട്ടലുകളാണ്. ആ ബോട്ടിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ള പാക്കറ്റ് സാധനങ്ങൾ മൊത്തം നാശമായിപ്പോയി. ബോട്ടലുകൾ പിന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത്രയും വലിയൊരു നാശനഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉദ്ഘാടന ദിവസം പോലും തലേന്ന് രാത്രി അവർ ഒരു മെസ്സേജ് പറഞ്ഞാൽ രാത്രിയൊക്കെ അവിടെ മെസ്സേജ് ഉണ്ട്, നമ്മളിത് അറിയുന്നില്ല. ഉദ്ഘാടനത്തിൻ്റെ അന്ന് രാവിലെ ഇവിടെ ഉദ്ഘാടനം വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇരുട്ടത്താണ് നമ്മൾ ഉദ്ഘാടനം നടത്തുന്നത്. കംപ്ലീറ്റ് സിസ്റ്റം മൊത്തം ഓഫാണ്. നമുക്ക് കച്ചവടം ഉദ്ഘാടന സമയത്ത് നമുക്ക് സിസ്റ്റം വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് ഒരു സിസ്റ്റം ഓണാക്കാനോ പിന്നെ ആദ്യ വിൽപ്പന നടത്താൻ പോലും പറ്റാത്ത വല്ലാത്തൊരു ദുസ്സഹമായ അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെട്ടില്ല. അന്ന് തന്നെ ഞാൻ KCBയിൽ രാവിലെ തന്നെ വിളിച്ച് അവർ പറഞ്ഞ് ജസ്റ്റ് എന്തെങ്കിലും കാട്ടി നിങ്ങൾ ഓണാക്കി തന്നെ എന്നിട്ട് അവർ പറഞ്ഞ് കംപ്ലീറ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് വർക്ക് നടക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ജനറേറ്റർ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് ഇവിടെ ഉദ്ഘാടന സമയത്തുള്ള ഉദ്ഘാടനം എന്തായാലും കൊള്ളായി, ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത് ഒഴിവാക്കിയത്. അതിനുശേഷം തന്നെ 3-4 ദിവസം അടുപ്പിച്ചുള്ള ദിവസങ്ങൾ ഇതേപോലെ തന്നെ രാവിലെ ഓഫാക്കും, രാത്രി 7 മണി 6 മണിക്കൊക്കെയാണ് ഓണാക്കുന്നത്. അതുവരെയുള്ള സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് വെള്ളമായി പോവാണ്. ഐസ്ക്രീം എന്ന് പറഞ്ഞ സാധനം കോൽമെന്ന് വിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയാലോ. ആ സാധനങ്ങൾ കംപ്ലീറ്റ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇത് ഇങ്ങനെ KCB ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാത്രമല്ല, കച്ചവടക്കാർക്ക് ഏറ്റവും പ്രധാനം കച്ചവടക്കാർ ഈ കച്ചവട സ്ഥാപനം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസമൊക്കെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾ അതുപോലെ മറ്റുള്ള എല്ലാ ആളുകളും വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഓഫ് ടൈമാണ്. ഈ സമയത്ത് ഇവർ ഈ രാത്രി 8 മണി വരെയൊക്കെ കറണ്ട് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വെച്ചിട്ടാണ് കച്ചവടം ചെയ്യേണ്ടത്? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. കറണ്ട് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല, പണ്ടത്തെ കാലമായിരില്ല. അപ്പോൾ ഈ കറണ്ട് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കച്ചവടം ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാകുന്നില്ല.
ഇവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് വന്ന നഷ്ടം പറഞ്ഞാൽ ചില്ലറ നഷ്ടമല്ല. ഇന്നലത്തെ ഒറ്റ ദിവസം തന്നെ 3500 സാധനം ഞാൻ പരമാവധി ഏറ്റവും കിട്ടാവുന്നിടത്തോളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് 3500 സാധനം ഞാൻ എടുത്ത് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അത്രയും സാധനം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.